ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1/2 എന്നുള്ളതാണ്. ഈ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് ചോദിച്ചാൽ n×n+1/2 വിലയാണ് 105. അതിൽ നിന്ന് n×n+1 = 2 × 105 210 എന്ന് കിട്ടും. എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത്? n×n+1/2. അതാണ് എണ്ണൽ സംഖ്യകളുടെ തുക. എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് ചോദിച്ചാൽ n×n+1/2 = 105. 2 മുകളിലേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും. 2 × 105 210 എന്ന് കിട്ടും. n×n+1. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പഠിച്ചു മക്കളെ, n×n+1 എന്ന് തന്നിട്ട് ഒരു സംഖ്യ തന്നാൽ അതിൽ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേ? ആ സംഖ്യയ്ക്ക് തൊട്ട് മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം ഏതാണെന്ന് നോക്കണം. 210 മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം 196 മക്കളെ. അത് ഏതിൻ്റെ വർഗ്ഗമാണ്? അത് 14ൻ്റെ വർഗ്ഗമാണ്. 14ൻ്റെ സ്ക്വയറാണ് 196. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില 14 ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. n×n+1 എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ തന്നാൽ n കണ്ടുപിടിക്കാൻ ആ സംഖ്യയ്ക്ക് തൊട്ട് മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം ഏതിൻ്റെ വർഗ്ഗമാണെന്ന് നോക്കിയാൽ മതി. 210 തൊട്ട് മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം 196 ആണ്. അത് 14ൻ്റെ വർഗ്ഗമാണ്. സോ എന്നിൻ്റെ വില 14 ആയിരിക്കും. താങ്ക് യു പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. JOSEKAPPEN. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, സ്പേസ് ഇടാതെ. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എന്താ മെച്ചം എന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന യൂട്യൂബിൻ്റെ ക്ലാസ്സുകളൊക്കെ മിസ്സാവാതിരിക്കും, കറക്റ്റ് അപ്ഡേഷൻസ് ലഭിക്കും. അപ്പോൾ എപ്പോഴും വേഗത്തിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അപ്ഡേഷൻസ് മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. താങ്ക് യു.